ജോയ് പറയൂ, യു പിയിലൊക്കെ ഫുട്ബോളിന്റെ ആവേശമുണ്ടോ? ഞങ്ങള് കേരളത്തിലും ബംഗാളിലും ഒക്കെയാണ് കൂടുതൽ ആവേശം എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിലൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ അങ്ങനെ ഒരു വേൾഡ് കപ്പിന്റെ ആവേശം ഉള്ളതായിട്ടൊന്നും ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും കാണാനില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ സ്വയം ആവേശം ഉണ്ടാക്കുന്നുണ്ടോ? പറഞ്ഞു പോലും കേൾക്കാറില്ല. ഞങ്ങൾക്കൊരു ആവേശമാണ്. ആ ആ അപ്പൊ അവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് കാണുക, വേറെ നിവൃത്തിയൊന്നുമില്ല. വലിയ സ്ക്രീൻ പ്രദർശനമൊന്നും ഇല്ല അല്ലെ? ഇല്ല 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 അല്ല, ഏ ടീമിനൊപ്പമാണ്. ആർക്ക് ആശംസ പറയാനാണ് വിളിച്ചത്? അർജന്റീനയോടൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത്. ആ, അർജന്റീന ഫാൻസ് ആണ്. ഞാനൊരു വ്യക്തിയോടല്ല, മെസ്സിയോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടല്ല, ആ ടീമിനോടാണ് എനിക്ക് കടപ്പാടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലല്ലോ ഒരു ടീംസിനെ ജയിപ്പിക്കുന്നത്, അതെ അതെ, ഒരു കൂട്ടമാണ്. വളരെ നന്ദി. അതായത് ഉത്തർപ്രദേശിൽ കേരളത്തിലുള്ളതുപോലെ അത്ര ആവേശം മലയാളിയാണല്ലോ. അവിടെ ആ ആവേശം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ഇവിടെ ഇങ്ങോട്ട് നമ്മളോടൊപ്പം ചേർന്ന സന്തോഷം പങ്കുവയ്ക്കാനും വളരെ നന്ദി ശ്രീ ജോയ് വിളിച്ചതിന്. എന്തായാലും വളരെ ആവേശകരമായി തന്നെ ലോകമെമ്പാടും ഈ ഫുട്ബോളിന്റെ ആ ഫൈനൽ പോരാട്ടത്തിന് ഇനി 9 മണിക്കൂർ കഷ്ടിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ആ ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോലെ കാണുന്ന അവസരമാണ്, അല്ലെങ്കിൽ നിമിഷമാണ്. കാരണം ഇങ്ങനെ ഒരു ഫൈനലൊക്കെ എപ്പോഴും സംഭവിക്കുന്നില്ല. ആഗോളം ആവേശം അങ്ങനെ നിറഞ്ഞ് തുളുമ്പാണ്. വേൾഡ് കപ്പ് ഫൈനലിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. സ്പെയിനോ അർജന്റീനയോ, ലയണൽ മെസ്സിയോ, ലാമിൻ യമാലോ, ആരാണെന്ന് ചിരിക്കുക? എന്തായാലും ആര് ചിരിക്കുന്നുള്ളത് ആരാധകരെ സംബന്ധിച്ച് ടെൻഷനാണ്, സന്തോഷമാണ്, ആനന്ദമാണ്, ആമോദമാണ്. ഇപ്പൊ നമ്മളോടൊപ്പം ആനന്ദം പങ്കുവെക്കാൻ ആൻഡ്രിയ എന്ന പ്രേക്ഷക കോട്ടയത്ത് നിന്നുണ്ട്. ആൻഡ്രിയ പറഞ്ഞോളൂ. ഹലോ ആൻഡ്രിയ. ഹലോ. ആ, സ്കൂൾ കുട്ടിയാണോ? സ്കൂൾ കുട്ടിയാണോ? അതെ അതെ. എത്രയില്ല? അപ്പോ അവധി കിട്ടിയതിന്റെ സന്തോഷമായിരിക്കും അല്ലേ ഫുട്ബോളിനേക്കാളും? അതെ അതെ. എത്രയില പഠിക്കണേ? ഞാൻ 8ല്. 8ല്. കളിയൊക്കെ കാണാറുണ്ടോ? പിന്നെ ഏതാ ടീം? ഞാൻ അർജന്റീന. ഇന്ന് അർജന്റീന ജയിക്കോ? ഒരു ഡൗട്ടും ഇല്ല, അർജന്റീന കപ്പെടുക്കും. വീട്ടിലിപ്പോ അച്ഛനും അമ്മയും ആരെങ്കിലൊക്കെ അർജന്റീന ആയിരിക്കും. അങ്ങനെയാണല്ലോ ഇതിങ്ങനെ കൈമാറി വരുന്നതാണല്ലോ. അച്ഛനും ഞാനും അനിയത്തിയും അർജന്റീനയാണ്. അമ്മ ബ്രസീലായിരുന്നു. ഓഹോ, ഇപ്പോഴും അമ്മ ബ്രസീലാണോ? അമ്മ ബ്രസീലായിരുന്നു. അപ്പൊ ഇപ്പൊ സ്പെയിനായി കാണും. ഇപ്പൊ സ്പെയിനാ. തോക്കും പറഞ്ഞിരിക്കുക. പരമ്പരാഗത അർജന്റീന കുടുംബമാണ്. അപ്പൊ നമുക്ക് കളി കാണാം ആൻഡ്രിയ. അപ്പൊ നന്ദുവിന് എന്ത് തോന്നുന്നു? അർജന്റീന ജയിക്കുമെന്നാണ് ആൻഡ്രിയ പറയുന്നത്. ജയിക്കുമോ? എനിക്ക് തോന്നുന്നത് ഈവൻ ദോ സ്പെയിൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും മിക്കവാറും അവർ തന്നെ ആയിരിക്കും ജയിക്കുന്നത്. സ്പെയിൻ ഭയങ്കര നല്ല ടീമാണ്. ഫുള്ളി ഞാൻ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ആൻഡ് ആ ഡിഫൻസ് കട്ടി. അവര് ഇത്രയും മാച്ചിലും ഒരു ഗോളെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ ഫുള്ളി. സോ ഒരു ഗോളെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ 13 ഗോളെ അടിച്ചിട്ടുള്ളൂ. കേപ്പ് വെർഡെ പോലെ ഒരു ടീമിനെതിരെ ഒരു ഗോൾ അടിക്കാൻ പറ്റാത്ത സ്പെയിൻ അർജന്റീനക്കെതിരെ ഗോൾ അടിക്കുമോ? പക്ഷേ കബേർഡിന്റെ ഗോൾ കീപ്പർ അത് പുലിയായിരുന്നു. അതുകൊണ്ടാണ് സ്പെയിൻ ഗോൾ അടിക്കാൻ പറ്റാതെ പോയത്. ഈ വേൾഡ് കപ്പിന് മുമ്പായിട്ട് നടന്ന ഫിഫയുടെ മറ്റേ ലെജൻഡ് ടീമിൽ ഒസീന്യ കളിക്കാൻ അറിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരൊറ്റ 41 വയസ്സാണ് അദ്ദേഹത്തിന്. ഈ വയസ്സിൽ ആദ്യമായിട്ട് ഒരു രാജ്യത്തെ ലോകകപ്പിലേക്ക് എത്തിക്കുന്നു, ഫിഫയുടെ ഒരു ലെജൻഡറി ടീമിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ഈ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ന് ആര് ജയിച്ചാലും തോറ്റാലും ഒക്കെ ഈ 2026 ലോകകപ്പിലെ ഏറ്റവും തിളക്കമുള്ള 2 അധ്യായങ്ങൾ, ഒന്ന് ഒസീന്യ എന്ന ഒരു കളിക്കാരനും ഒന്ന് കാബോ വെർദെ എന്ന രാജ്യമാണ് അല്ലേ? ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്ന് അന്ന് സിഡ്നി ലോപ്പസ് കബ്രാൾ അർജന്റീനക്കെതിരെ അടിച്ച അതിഗംഭീരമായ ഗോളും വളരെ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് തന്നെയായിരുന്നു. അതിൽ യാതൊരു സംശയമില്ല. എന്തായാലും സ്പെയിനോ അർജന്റീനയോ അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അതിൽ സ്പെയിനിന്റെ ഡിഫൻസ് നന്ന് പറഞ്ഞതുപോലെ അർജന്റീനയുടെ വീണ്ടും ഒരു കുട്ടി നിഷാദ് അല്ലേ? നിഷാദേ, ഹലോ. ഹലോ. മോനെ കുട്ടാ, എത്രയല്ല പഠിക്കണേ? 5ല്. കളിയൊക്കെ കാണാറുണ്ടാ? ഏതാ ടീം? അർജന്റീന. മെസ്സിയാണോ ഇഷ്ടം? മെസ്സിയാണോ ഇഷ്ടം? കപ്പടിക്കും. മെസ്സി വേൾഡ് കപ്പ് എടുക്കും. ഉറപ്പാണോ? അല്ലെ മറ്റേ ഗോൾഡൻ ബൂട്ട് കിട്ടുമോ? എംബാപ്പെ 2 ഗോൾ അടിച്ചു പോയി. ഗോൾഡൻ ബൂട്ട് കിട്ടും. പിന്നെ വേൾഡ് കപ്പില് കഴിഞ്ഞ കൊല്ലം പോലത്തെ വേൾഡ് കപ്പിന് വയ്ക്കും.
ഉമ്മ വയ്ക്കും ആ, അതാണ്. അതാണ് ഇങ്ങനെ പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ദൃശ്യമാണ്. രണ്ടാം തവണയും വീണ്ടും മെസ്സി വേൾഡ് കപ്പിൽ ഉമ്മ വയ്ക്കും എന്നാണ് നമ്മുടെ കുട്ടികളും. ഏതൊക്കെ മത്സരം കണ്ടായിരുന്നു? കെബോവർത്തനോട് കണ്ടിട്ടുണ്ട്, ഈജിപ്തിനോട് കണ്ടിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡിനോട് കണ്ടിട്ടുണ്ട്, പിന്നെ പിന്നെ അർജന്റീന, ജോർദാന്, ആഹാ ആ ഇംഗ്ലണ്ടിനോടുള്ള കളി കണ്ടില്ലേ? ഏഹ് ഇംഗ്ലണ്ടിനോടുള്ള കളി കണ്ടില്ലേ? സെമി ഫൈനൽ കണ്ടില്ലേ? ആ എല്ലാം കണ്ടു. അർജന്റീനയുടെ എല്ലാം അപ്പൊ കട്ട ഫാൻ തന്നെ. യെസ്, കട്ട ഫാൻ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം മോനെ. ശരിട്ടാ. 70-75 മിനിറ്റ് വരെ പിന്നിൽ നിൽക്കുക. 80 മിനിറ്റ് കഴിഞ്ഞ് അർജന്റീനയെ പേടിക്കണം എന്നാണ് എല്ലാവരും പറയാം. പക്ഷെ ഒരു ഗോൾ മാത്രം, ഇവിടെ നന്ദു പറഞ്ഞല്ലോ, ഒരു ഗോൾ മാത്രം വഴങ്ങിയിട്ടില്ല ഉനായ് സിമ്മന്റെ കാര്യത്തിൽ. പക്ഷെ അങ്ങനെ ആയിരിക്കും ഒക്കെ ഇന്ന് രാത്രി അറിയാൻ പറ്റുള്ളൂ.